വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് വന്നിട്ടാണ് അത്. അപ്പോൾ ഗൈസ് മൈൻക്രാഫ്റ്റിൽ വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പോയല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ മൈലിങ്ങൾ തുഴഞ്ഞ് അവസാനം ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ച്. എന്നിട്ട് ഇതാണ് ആ വില്ലേജ്. അപ്പോൾ ഇനിയും തൊട്ട് ഇവിടെ ആയിരിക്കും നാളെ താമസിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഡെസേർട്ട് സ്ഥലമൊന്നും അല്ലായിരിക്കും. അതൊക്കെ അവിടെ നിന്ന് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സീക്രട്ട് സ്റ്റോറേജ് ഒക്കെ അവിടെ തന്നെയാണ്. പക്ഷേ അങ്ങോട്ടൊന്നും നമ്മളിനി തിരിച്ചു പറ്റില്ല. കാര്യം അവിടെ വലിയ റിസോഴ്സസൊന്നുമില്ല. അത് ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഭയങ്കര വലിയ റിസോഴ്സസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല വില്ലേജും ഉണ്ട്. ഞാനത് പീസോടിയല്ല ഇട്ട് കളിക്കുന്നത്. ഞാനിപ്പം ഡിഫിക്കൽറ്റിയൊക്കെ ചേഞ്ച് ആക്കി. അപ്പോൾ ഗൈസ് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഞാനിപ്പം ഇവിടെ പകുതി വീട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളെ വീട് ഇടയ്ക്ക് വെച്ചാൽ ഞാനാണെങ്കിൽ ടെക്സ്ചർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ടെക്സ്ചർ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ ഞാനിതങ്ങ് മാറ്റിയേക്കാം. നമ്മൾ ഫാൻസി ഇട്ട് കളിച്ചേക്കിയത്. ഇനി നമ്മുടെ പഴയ ടെക്സ്ചറാണ്, ക്ലാസിക് ടെക്സ്ചർ പാക്ക്. നമ്മൾ പകുതി വീട് പണിഞ്ഞിട്ടുണ്ട്. പകുതി മണ്ടക്കോട്ടും ഒരു ഭാഗം പണിയണമെന്നാണ്. അതിനകത്ത് ഇവിടുത്തെ ഡയറക്റ്റെല്ലാം മതിയാകട്ടെ. അപ്പോൾ തിരിച്ചതിൻ്റെ മണ്ടയിലോട്ട് കയറണം. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെയായിട്ട് കുറേ വില്ലേജ് വന്നപ്പോഴേ ഞാനാണെങ്കിൽ കുറേ കയറി നോക്കി. വില്ലേജ് നിറച്ച് സാധനങ്ങളായിരുന്നു. നമുക്ക് അയൺ മൈനിങ്ങിന് ഇറക്കണ്ടായിരുന്നു. അമ്മാതിരി സാധനങ്ങളായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞ കാര്യം കോബിൾ സ്റ്റോൺ ജനറേറ്റർ അതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷേ ആ അപ്ഗ്രേഡ് ചെയ്യാനുള്ള വഴി ഞാൻ നാളെ നോക്കി വെക്കുന്നതായിരിക്കും. നാളെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എന്തായാലും ഞാൻ കോബിൾ സ്റ്റോൺ ജനറേറ്ററിന് വഴിയില്ല നോക്കി വെച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഞാൻ 2 തരം ബ്ലോക്ക് വെച്ചാണ്. ഒന്ന് ആൻഡസൈറ്റ് ഏതാ ബ്ലോക്ക്, ഏതോ ഒരു സൈസ് ബ്ലോക്കിൻ്റെ പേര് എനിക്ക് അറിഞ്ഞു. നല്ല ബ്ലോക്കാണ് ഇത്. ഇടയ്ക്ക് നമ്മൾ ഫാൻസി ഇട്ട് കളിക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് വെച്ച് വീടുണ്ടാക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിനകത്ത് എനിക്ക് അത്ര രസം തോന്നുന്നില്ല. എന്നാലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു കാര്യം ഫില്ലർ ചെയ്ത് ശരിയാക്കണം. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടായിട്ടായിരിക്കും നമ്മുടെ ബെഡ്റൂം വരുന്നത്. എന്തായാലും മേളിലായിരിക്കും ഞാൻ ബെഡ്റൂം സെറ്റ് ചെയ്യുന്നത്. കാരണം താഴെ ഞാൻ ഏറ്റവും ചെറിയ റൂമാണ് സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ ശരിക്കും നമ്മളെ റിയൽ ലൈഫിൽ ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയൊക്കെ ആകത്തുള്ളൂ. നമ്മൾ ഇപ്പോഴായിട്ടും ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ കൊബിൾസ് മാത്രം കുറേ 2-3 എണ്ണം നമ്മളിങ്ങനെ സ്മെൽറ്റ് ചെയ്തായിരുന്നു. അതിനെ ഞാൻ എടുത്തില്ല. സ്മെൽറ്റ് ചെയ്യാനുള്ള വുഡൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഡോറും വെച്ച് സെറ്റാണ്. ഇനിയും മണ്ഡപം കുറച്ചും കൂടെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് ചെറിയൊരു റൂമായിരിക്കും. എന്തായാലും ഇതായിരിക്കും നമ്മളെ സ്റ്റാർട്ടർ ബേസ്. നമ്മൾ ഇവിടെ ഈ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ട് കുറേ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സ്റ്റോറേജ് ഏരിയ ആക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലോട്ട് കോബിൾ സ്റ്റോൺ എല്ലാം തീർന്നു. അതിനോട് തന്നെ രാത്രിയാവുന്നു. എന്തായാലും ഇനിയിപ്പം സോംബിയും ക്രീപ്പറെല്ലാം വരും. അപ്പോൾ ഇപ്പം ഞാൻ കിടക്കണത് നമ്മളുടെ ഇവിടെ ആയിട്ടാണ്. ഞാൻ ഇവിടെ കയറിയപ്പോഴത്തേക്കും 4 ബെഡ് അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് 4 മറ്റേ സ്പിറ്ററോ എന്തുവാ നമ്മളെ എൻചാൻറ്റിങ് കളയുന്നൊരു സാധനമില്ല. അതും അവിടുത്തെ തൊട്ട് 2-3 നേരം കണ്ട്. ഈ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ബെഡ് എടുത്തായിരുന്നു. ഞാൻ പിന്നെ അത്ര ദൂരം എന്തിനാണ് പോയത്. അതൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് ബെഡ് ഇട്ടിട്ട് പ്ലേസ് ചെയ്തൊക്കെ കിടന്നുറങ്ങാം. അടുത്ത ദിവസമായിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നടക്കാം. പിന്നെ അത് കയറിയപ്പോഴേ കുറേ ബ്രെഡ് കിട്ടി. അത് നല്ല കാര്യമാണ്. പിന്നെ അവിടെയായിട്ട് ഞാനാണെങ്കിൽ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ ശരിയായില്ല. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ മൈൻഡ് ചെയ്തെടുക്കണം. കോബിൾ സ്റ്റോൺ ജനറേറ്റർ കഴിഞ്ഞ് കോബിൾ സ്റ്റോൺ മൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇവിടെയാണ് കുറേ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോഴാണ്. ഓക്കെ, അപ്പോൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ കണ്ട് ഇവിടെ ആയിട്ടാണ് വീഴുന്നതുകൊണ്ട് അത് നമ്മൾ കുറേ സ്ഥലത്ത് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ ഈ കോബിൾ സ്റ്റോൺ ജനറേറ്ററുടെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒരെണ്ണം പൊട്ടിച്ച് ഇവിടോട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ നമ്മൾ താഴോട്ടാവും. എന്നിട്ട് ഇതുപോലെ വരും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ നേരം ഇങ്ങനെ എഫ് കെ അല്ല, അങ്ങനെ ചുമ്മാ ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ നിന്നാൽ മതി. നമുക്ക് കുറേ കോബിൾ സ്റ്റോൺ കയ്യിലോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ പിന്നെയും വന്നേക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ 2 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയിരുന്നു. പിന്നെയാണ് ഗൈസ് ഞാൻ കാര്യം നോക്കിയത്. നമ്മളാണെങ്കിൽ അപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പെട്ടെന്ന് സ്ക്രീൻ റെക്കോർഡർ നിന്ന് പോയത്.
ഞാൻ നമ്മുടെ സ്റ്റോറേജൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സമയം നമ്മൾ ചെയ്ത കാര്യം ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ പക്ഷേ നമ്മൾ ചെയ്തെന്തോന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെയർ കേസ് മേലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ചൊക്കെ വിശദീകരിച്ച് തരാം. നമ്മൾ അതിന് തന്നെ കുറച്ച് ഡെർട്ട് ഇവിടെ വെച്ചിട്ട് ഇത് നേരെ സ്റ്റെയർ കേസ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കുറച്ച് ബ്ലോക്ക് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് കയറണം. അപ്പോൾ അതിനായിട്ട് വേണ്ടി 21 സ്ലാബ് ഇപ്പോൾ എൻ്റെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുവഴി കയറി ഇങ്ങനെ പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ആക്കി വെക്കാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി ഇങ്ങോട്ടും കൂടെ കുറച്ച് ബ്ലോക്ക് എക്സ്റ്റെൻഡ് ആക്കണം. കാരണം നമുക്ക് ഇവിടെ നിൽക്കാനെങ്കിലും പറ്റണം. അപ്പോൾ ടെറസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അകത്തുനിന്ന് നമ്മൾ സ്റ്റെയർ കേസ് സെറ്റ് ആക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് അകത്തുനിന്ന് സ്റ്റെയർ കേസ് ഒങ്ങനെ നോക്കിയാലും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേണ്ടി ഇവിടെ വരെയാണ് ഇത് കൂട്ടാമെന്ന് വിചാരിക്കുന്നത്. ബാൽക്കണി ഫ്രണ്ട് മുഴുവനായിട്ട് ഇല്ലാണ്ട് ഇവിടെ വരെയൊക്കെ ബാൽക്കണി മതി. ഇവിടെ ആയിട്ട് ഒന്ന് ബോർഡർ ആയിരിക്കണം. ഇവിടെ ആയിട്ട് ഒരിത്തെടുത്ത് വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ആക്കണം. അതാകുമ്പോൾ പിന്നെ ഒരു ഫുൾ ബ്ലോക്ക് ഇരിക്കുന്ന ഒരു സേഫ്റ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ബ്ലോക്കും കൂടെ ഇവിടെ സെറ്റാക്കി വെക്കണം. എന്നിട്ട് ഒന്ന് എനിക്ക് ഓക്കെ അത് ബ്ലേസ് ആകുന്നില്ലല്ലോടാ. ഓക്കെ 1 2 ഓക്കെ. അപ്പോൾ ഇനി അറ്റം വരെ ചെയ്യണം. അത് കുറച്ച് ബോറടിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. എന്നാലും നമുക്ക് ഇപ്പോൾ അവിടെ വരെ വെച്ചേക്കാം. എന്താണെന്ന് ഫോൺ ചെറുതായിട്ട് ലാഗടിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ 2 ഓക്കെ. എൻ്റെ കയ്യിലുള്ള കൊബിൾ സ്റ്റോണിൻ്റെ ഇതായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഞാൻ ഓഫ് ക്യാമറ ഇത് ചെയ്തോളാം. അതുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ വരെ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ വീട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, നമുക്ക് ഒരൊറ്റ സ്റ്റെയർ കേസ് മാത്രം മതി. ഇവിടെ ആയിട്ട് 2 സ്റ്റെയർ കേസ് വേണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ സ്റ്റെയർ കേസ് അടർത്തി മാറ്റണം. ഓക്കെ ഓക്കെ ഓക്കെ. അടിയിലത്തെ ബ്ലോക്കില്ല. ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീട് പണി. ഇനിയിപ്പോൾ ടെറസും കൂടെ ഒന്ന് സെറ്റ് ആക്കണം. ഇതിപ്പോൾ ചെറിയൊരു ബോറടി ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത്, അടിയിലത്തെ ബ്ലോക്ക് നമുക്കൊന്ന് കളയാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു സാധാരണ രീതിയിൽ ഇങ്ങനെ സെറ്റാക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. അല്ലടാ അത് ഫുള്ളും അടർത്തി മാറ്റാം. അവിടെ മൊത്തം പ്രശ്നമാണ്. കുറച്ച് പ്രശ്നം കാണാൻ പറ്റില്ല. നമുക്ക് ബാൽക്കണിയിലേക്ക് ഇത് ഫുള്ളും ഞാൻ വെക്കുന്നത് ഇപ്പം എനിക്ക് ഒട്ടും സമയം ചെയ്തു. എൻ്റെ സ്ക്രീൻ റെക്കോർഡിൻ്റെ സമയം തീരാറായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ആക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്ര പണി ചെയ്തുള്ളൂ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുറച്ച് ബോറടി കിട്ടുകയും കാണും ഗൈസ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വീഡിയോ ഇട്ട് വരുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമ്മൾ വീഡിയോ പണിയുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനോട് തന്നെ ഇതുപോലത്തെ കുറേ വീഡിയോ ഇനി ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.